കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ കുട്ടികളോട് ചോദിച്ചു, ഞാൻ വരുന്നത് കേരളത്തിൽ നിന്നാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഈ കൊച്ചൊരു സംസ്ഥാനമാണ് കേരളം, നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അറിയാം ടീച്ചർ, ഇഷ്ടം പോലെ കേരള ടീച്ചർമാരാണ് നമ്മളെ വന്ന് പഠിപ്പിച്ചിട്ട് പോകുന്നത്. ചിലർ നിൽക്കും, ചിലർ നിൽക്കത്തില്ല, ചിലരെ കാണത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അവരോട് ചോദിച്ചത്, നിങ്ങൾക്ക് കേരളം ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ സ്റ്റേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ് ഒരുപാട് ഇഷ്ടമാണോ? അപ്പം ആ ക്ലാസ്സിലുണ്ടായിരുന്ന 30 പേരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞതറിയാമോ, മാം, കേരളം എന്ന് പറയുന്നത് ഒരു ഡെവലപ്ഡ് സ്റ്റേറ്റ് അല്ലേ, നിങ്ങൾ അവിടെ ഒരു സ്റ്റേറ്റ് എന്നല്ലേ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് എന്നല്ലേ വരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റേറ്റ് ഒരുപാട് ഇഷ്ടപ്പെടും. പക്ഷേ ഇവിടെ ഭയങ്കര മോശമാണ് മാം, ഇവിടെ നിറയെ പൊടിയാണ്, ഇവിടെ ഡെവലപ്ഡ് അല്ല, ഇവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ബെറ്റർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ICC സ്കൂളുകൾ സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടാണ്, ഇവിടുത്തെ എങ്ങോട്ടെങ്കിലും ദൂരെ എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ വാക്കല്ല കേട്ടോ, അവിടെ ജനിച്ച് അവിടെ വളർന്ന ആ കുഞ്ഞുങ്ങളുടെ വാക്കാണ്. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ, നമ്മുടെ നാട്ടിൻ്റെ വില അറിയണമെങ്കിലുണ്ടല്ലോ, നമ്മൾ താമസിക്കുന്ന നാടിൻ്റെ വില അറിയണമെങ്കിലുണ്ടല്ലോ, നമ്മൾ ഒരു തവണയെങ്കിലും നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് നമ്മളൊന്ന് താമസിച്ച് നോക്കണം. അവിടുത്തെ ആളുകളോട് നമ്മളൊന്ന് മിണ്ടി നോക്കണം, അവരുടെ വഴികളോട് നമ്മളൊന്ന് സഞ്ചരിച്ച് നോക്കണം. നല്ല ആൾക്കാരാണ് കേട്ടോ. നമ്മളെ നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്, സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നാണ് വരുന്നത് പറയുമ്പോൾ അവർക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്, നമ്മളോട് ഭയങ്കര സ്നേഹമാണ് അവർക്ക്. നമ്മളോട് സംസാരിക്കാൻ തന്നെ അവർ ഭയങ്കര റെസ്പെക്റ്റ്ഫുള്ളായിട്ട് സംസാരിക്കത്തുള്ളൂ, പ്രത്യേകിച്ച് ടീച്ചേഴ്സിനോട് കേട്ടോ. ഇത് കണ്ടോ, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ലാൻഡാണ് ഇത്. കൂടുതൽ സ്ഥലങ്ങളും ഇൻഡസ്ട്രീസ് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, വലിയ വലിയ ഗ്രൂപ്പിൻ്റെ ഇൻഡസ്ട്രികൾ ഏറ്റെടുത്തിട്ട് അവിടെ എല്ലാം ഫാക്ടറികളാണ്, നിറച്ച് പൊടിയുമാണ്. പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും പൊടിയല്ലേ, അത് നിസ്സാര പ്രശ്നം. ഒരു നിസ്സാര പ്രശ്നമല്ല, അവിടെയുള്ള മനുഷ്യർ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് മുഖം എപ്പോഴും. ബൈ ദ വേ, ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വന്ന വഴി കണ്ടോ, ഇതാണ് അവസ്ഥ. നിറയെ പശുക്കളും പോത്തും ആടും എരുമയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ആ വഴികളിലൂടെ ചെറിയ ചെറിയ വഴിയുണ്ടാക്കി നമ്മളിങ്ങനെ മുന്നോട്ട് പോകും യാത്ര ചെയ്ത്. പിന്നെ ഗ്രാമങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ് കേട്ടോ. ഒരു കുഴൽക്കിണർ നിന്നൊക്കെയാണ് എല്ലാവരും വെള്ളം എടുക്കുന്നത്. അവരുടെ അതൊക്കെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ മനസ്സിലാവും നമ്മളെത്ര ഭാഗ്യം ചെയ്തവരാണെന്നുള്ള സത്യത്തിൽ. ഇതെൻ്റെ AC-യിലുള്ള ഫസ്റ്റ് യാത്രയാട്ടോ. അപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. നല്ല തണുപ്പായിരുന്നു, നല്ല ചൂടത്തുനിന്ന് എടുത്ത് കൊടും വെയിലത്ത് ഉണങ്ങാനിടുന്ന ഉണക്കമീനില്ല, ആ ഉണക്കമീൻ എടുത്ത് പെട്ടെന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കുന്ന അവസ്ഥയായിരുന്നു കേട്ടോ. എനിക്ക് AC-യിൽ കയറിയപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ, നല്ല സുഖമായിരുന്നു. നല്ല ഇന്ത്യൻ റെയിൽവേ സത്യത്തിൽ ഇത്രയും സൗകര്യമുള്ളൊരു സംഭവമുണ്ട്. നല്ല നീറ്റാണ്, ക്ലീനാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല അടിപൊളിയാട്ടോ. നമുക്ക് ഈ കിടക്കാനും പുതയ്ക്കാനും ഒക്കെ തരുന്ന ഈ ഒരു കുറേ ബ്ലാങ്കറ്റ്സും ബെഡ്ഷീറ്റ്സും ഒക്കെ ഇല്ലേ, അതൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ അങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും ഇതൊക്കെ എടുത്തങ്ങ് പുതച്ചു കേട്ടോ, കാരണം വേറെ വഴിയില്ല, അതിൻ്റെ മറ്റ് വേറെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ലഗേജൊക്കെ ഞാൻ പിന്നെ ഒരു പ്രശ്നം പറ്റിച്ചല്ല, ഞാനിവിടെ ഏത് ബർത്താണെന്നുള്ളത് കൺഫേം ചെയ്തില്ലായിരുന്നു തോന്നുന്നു. നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ബർത്ത് കൃത്യമായിട്ട് ബുക്ക് ചെയ്യണം കേട്ടോ, കാരണം ബർത്ത് ബുക്ക് ചെയ്യാൻ ഞാൻ മറന്നുപോയി തന്നെ തോന്നുന്നു. എനിക്ക് ഈ അപ്പർ ബർത്താണ് കിട്ടിയത്, കാരണം ഞാൻ എന്തായാലും അപ്പർ ബർത്ത് കൊടുക്കത്തില്ലല്ലോ. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല, അപ്പം ഞാൻ വിട്ടുപോയതായിരിക്കും. അതുകൊണ്ട് വലിഞ്ഞു കയറി ഞാനങ്ങ് ക്ഷീണിച്ചു കേട്ടോ. പിന്നെ കയറാൻ ആരോഗ്യബോധമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ എനിക്ക് നടുവൊക്കെ വയ്യാത്തത് കൊണ്ട് വലിഞ്ഞു കയറാൻ വലിയ പടം. പിന്നെ ഒരു വട്ടം കയറിയിട്ട് ഞാൻ പിന്നെ രാത്രി വൈകിട്ടും ബാത്റൂമിൽ പോകാൻ വേണ്ടി മാത്രമാണ് ഇറങ്ങിയത്. പിറ്റേ ദിവസം പീരിയഡ്സും കൂടെ ആയതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു, താഴെ തന്നെ ആയിരുന്നു സ്ഥിരമായിട്ട് കേട്ടോ. ഞാൻ താഴെ അപ്പോഴത്തേക്കും അവർ വെക്കേറ്റ് ചെയ്തായിരുന്നു. പിന്നെ എൻ്റെ സംഗീതമോൾ ഉണ്ടാക്കി തന്ന ഈ ഒരു നാരങ്ങച്ചോറൊക്കെ കഴിച്ചു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർമാരുണ്ടായിരുന്നല്ലോ, അവർ എനിക്കൊരു ഗംഗാ ജമുന എന്ന് പറഞ്ഞിട്ടൊരു മിക്സറും വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കഴിച്ചു. പക്ഷേ അത് കഴിച്ച് ചെറുതായിട്ട് എനിക്ക് പണി കിട്ടി, ഗ്യാസ് കയറി. അങ്ങനെ ആ ഫുഡ് കഴിച്ച് തീർത്ത് താഴെയുള്ള ആ ചേച്ചിയൊക്കെ ഒരു ഫാമിലിയാണ്. അപ്പോൾ അവരുടെ അച്ഛന് വയ്യാത്തയാണ്. ആ അച്ഛനെയും കൊണ്ട് അവർ വലിയൊരു ഹോസ്പിറ്റലിലോട്ട് പോകും. അപ്പം അവർ വെല്ലൂർ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സീറ്റിൽ ആരും വരത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ വൈകുന്നേരം രാവിലെ ആകുമ്പോഴത്തേക്കും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാത്രി ഞാൻ പുതച്ച് മൂടി കിടന്ന് ഉറങ്ങി. നല്ല തണുപ്പായിരുന്നു കേട്ടോ. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും മേളിലായതുകൊണ്ട് ഈ AC-യുടെ നേരെ താഴെയല്ലേ, തണുത്ത വിറച്ച് പോയി കേട്ടോ. അങ്ങനെ ഈ ബ്ലാങ്കറ്റൊക്കെ ഇട്ട് പുതച്ച് രാത്രിയിലും ഈ ഫുഡ് ബാക്കി ഇരുന്നത് കഴിച്ച്. നാരങ്ങാച്ചോറായതുകൊണ്ടൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പതിയെ താഴോട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ മേലോട്ട് കയറിയില്ല. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എനിക്ക് തീരെ വയ്യായിരുന്നു, വേറെ എടുത്തൊരു തരത്തിലും വയ്യായിരുന്നു. പിന്നെ ആ തണുത്ത ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നത് കൊണ്ട് നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ചായ വാങ്ങി കുടിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഒരു അബദ്ധം പറ്റിപ്പോയെന്ന് അറിയാമോ, എൻ്റെ കയ്യിൽ ക്യാഷായിട്ടില്ലായിരുന്നു, അക്കൗണ്ടിലായിരുന്നു കേട്ടോ. ഗൂഗിൾ പേ ഒക്കെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ച് പൊട്ടി. അങ്ങനെ ചായ പോലും കുടിക്കാൻ പറ്റില്ല. പിന്നെ താഴെ തിരിഞ്ഞ് ചേച്ചിയുടെ ഞാൻ 50 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് ആ ചേച്ചിയുടെ 50 രൂപ വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചായ കുടിച്ചത്. ചായ കുടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസം കിട്ടും ഈ തണുപ്പത്ത്, നല്ലൊരു സുഖമാണ് കേട്ടോ. ഈ വരുന്ന കച്ചവടക്കാരുടെ കയ്യിൽ ആരുടെയും കയ്യിലും ഗൂഗിൾ പേ ഇല്ലടോ. അങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോൾ ഈ ഒരു ഹരിതാഭവും പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങുന്നത് തമിഴ്നാട് എത്തി കഴിയുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ആശ്വാസം വരും, തമിഴ്നാട് എത്തുമ്പോഴേ നമുക്കൊരു ആശ്വാസം
ആശ്വാസം വരും. കേരളത്തിലെത്താറായല്ലോ എന്നൊരു ആശ്വാസത്തിന് ഒരു ഇച്ചിരി കൂടെ പോയാൽ മതിയല്ലോ. നമ്മളിങ്ങനെ ആ വേറീസ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷനില്ലേ, അതിങ്ങനെ ജസ്റ്റ് എന്താ പറയുക റിഫ്രഷ് ചെയ്ത് ഇങ്ങനെ നോക്കിയിരിക്കുന്നു ഓരോ സ്ഥലം ഓരോ സ്റ്റേഷൻ കഴിയുമ്പോഴും. പിന്നെ നമ്മുടെ അവിടെയൊക്കെ ഇവരുടെ ഛത്തീസ്ഗഡ് ആ ഭാഗത്തൊക്കെ ഗോതമ്പ് കൃഷിയാണ് കേട്ടോ. ഗോതമ്പ് കടലൊക്കെ ഇഷ്ടം പോലെ കൃഷി ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ രാവിലെ തൊട്ട് ഓർഡർ ചെയ്യാൻ ശ്രമിച്ച് ബ്രേക്ക്ഫാസ്റ്റോടെ ട്രൈ ചെയ്യാൻ തുടങ്ങിയത് സ്വിഗ്ഗിയിൽ ഈ ട്രെയിനിലുള്ള ഓർഡറേ. ഞാനപ്പം എന്തായാലും ഉച്ചയായപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയിട്ട് ഇത് ഡിണ്ടിഗൽ ബിരിയാണിയാണേ. ഇത് കോയമ്പത്തൂരിൽ നിന്നത് എനിക്ക് കിട്ടിയത്. നല്ല സൂപ്പറായിരുന്നു. ഡിണ്ടിഗൽ ബിരിയാണി സിംഗിൾ പസങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് കിടന്നത്. അപ്പം സിംഗിൾ പസങ്ക ഒരാൾക്ക് കഴിക്കാനുള്ള, ഞാൻ ഒരാളല്ലേ ഉള്ളൂ, അപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഒരു 265 പീസ് എന്ന് പറഞ്ഞത്. ചോറ് അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ അമ്മേ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ ചിക്കൻ ഫ്രൈയും അടിപൊളിയായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, സിംഗിൾ പസങ്ക തികഞ്ഞില്ല കേട്ടോ. എനിക്ക് കുറച്ചായിട്ട് തോന്നിയത് ഇച്ചിരി വേണമെന്ന് തോന്നിയത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്വിഗ്ഗിയിലെ അങ്കിൾ വന്നിട്ട് ചോദിച്ചു, അമ്മ പേയ്മെൻറ്റ് ഞാൻ സത്യത്തിൽ ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തതാണ്, പെയ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അമ്മ ടിപ്പ് ഒരുപാട് ദൂരമുണ്ട്, നല്ല സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വന്നത്. സത്യത്തിൽ എനിക്ക് അച്ഛനെ കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കൈ ക്യാഷ് ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല ക്യാഷ് ആയിട്ടില്ല, പുള്ളിക്ക് ഗൂഗിൾ പേയും ഇല്ല. ഇതുപോലെ വലഞ്ഞ യാത്ര. അതായത് നമ്മൾ ക്യാഷ് കരുതണം കേട്ടോ. ട്രെയിനിൽ പോകുമ്പം ഈ ഗൂഗിൾ പേ ഇല്ല, വരുന്ന കച്ചവടക്കാരിൽ ആരെങ്കിലും ഗൂഗിൾ പേ, ചായ എങ്കിലും കുടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ ക്യാഷായിട്ട് കരുതണം. പിന്നെ ഞാൻ വീണ്ടും കിടന്നുറങ്ങി. ഉറക്കല്ലാതെ തന്നെ കുറേ നേരം ഫോൺ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് റേഞ്ച് അങ്ങ് പോവും. പിന്നെ അങ്ങനെ ബോറടിച്ച് ഈ 2.5 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല, നമുക്ക് കൂടെ ആരെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഞാനല്ലേ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും വന്നില്ല. ഞാനും ആ അപ്പുറത്തുള്ള അച്ഛനാണെങ്കിൽ കോയമ്പത്തൂർ ഇറങ്ങി. അങ്ങനെ അമ്പലപ്പുഴ, തകഴി ഇതൊക്കെ കാണുമ്പോൾ എന്ത് ആശ്വാസമാണ്. അങ്ങനെ രാത്രി ഒരു 11:30-12 മണി ആയപ്പോഴത്തേക്ക് ഞാൻ ആലപ്പുഴ എത്തി കേട്ടോ. ഈ ട്രെയിനിൽ വന്ന സകല ആൾക്കാരെ വിളിക്കാൻ ആൾക്കാർ വന്ന് അവരെല്ലാം അവരുടെ വീട്ടിലെത്തിയിട്ട് എൻ്റെ ഏട്ടൻ ഈ ട്രെയിൻ വന്ന പ്ലാറ്റ്ഫോം കണ്ടെത്തിയില്ല കേട്ടോ. അവിടെ ഈ 2ാമത്തെ പ്ലാറ്റ്ഫോം വെച്ച് ബാക്കി എല്ലാ പ്ലാറ്റ്ഫോമിലും കറങ്ങി ചുറ്റിയാണ് അവസാനം ഇവിടെ എത്തിയത്. അങ്ങനെ എന്നോടൊരു ഗുസ്തിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് കൃത്യമായിട്ട് പറയാൻ ചോദിച്ചിട്ട് പണങ്ങിപ്പോകുന്ന പോക്കാണിത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സീ യു.